എറണാകുളം ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ സിന്തറ്റിക് ട്രാക്കിന് തറക്കല്ലിട്ടിട്ട് 7 വർഷം. സിന്തറ്റിക് ട്രാക്കിനായി MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചത് 5 കോടിയാണ്. എന്നാൽ MLA ഫണ്ട് PWD വകുപ്പ് വകമാറ്റി ചെലവഴിച്ചു എന്നാണ് ആരോപണം. എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രൗണ്ടുകളിലൊന്നാണ് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ട്. 2014 ഈ ഗ്രൗണ്ടിൽ സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കാനുള്ള തീരുമാനമായത്. അന്നത്തെ MLA ആയിരുന്ന ഡൊമിനിക് പ്രസന്റേഷൻ തൻ്റെ 1 വർഷത്തെ MLA ഫണ്ടിലെ മുഴുവൻ തുകയും, അതായത് 4 കോടിയിലധികം രൂപ ഇതിനായി വിനിയോഗിച്ചു. 2016 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പദ്ധതിക്ക് തറക്കല്ലുമിട്ടു. സിന്തറ്റിക് ട്രാക്കിനുള്ള പണി ആരംഭിക്കാനിരിക്കെയാണ് 2017 അണ്ടർ 17 ഫിഫ ലോകകപ്പിന് കേരളത്തിൽ വേദി ലഭിച്ചത്. താരങ്ങൾക്ക് പരിശീലനത്തിന് വിട്ടുകൊടുത്ത ഗ്രൗണ്ടുകളിലൊന്ന് വെളി ഗ്രൗണ്ടായിരുന്നു. ഇതോടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലന സൗകര്യത്തിനായി PWD ഈ തുക മറ്റു നിർമ്മാണങ്ങൾക്കായി ഉപയോഗിച്ചു എന്നാണ് ആരോപണം. അശാസ്ത്രീയമായ രീതിയിൽ ഡ്രെയിനേജുകൾ സ്ഥാപിച്ചു. സിന്തറ്റിക് ട്രാക്ക് പോകേണ്ടിയിരുന്ന വഴിയിൽ ഹൈമാസ് ലൈറ്റും. കാർ പാർക്കിങ്ങിനായി ഗ്രൗണ്ടിന് ഒരു വശത്ത് ലക്ഷങ്ങൾ മുടക്കിയതോടെ എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രൗണ്ടുകളൊന്നായ വെളി ഗ്രൗണ്ട് സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കാൻ യോഗ്യമല്ലാതായി. ആ ഫെൻസിങ്ങിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷൻ തന്നെ 1 കോടി രൂപ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയ ഫൗണ്ടേഷനൊന്നും ആവശ്യമില്ല. തൊട്ടപ്പുറത്ത് നേവി പോലും ചെയ്യാത്ത ഫൗണ്ടേഷൻ. അങ്ങനെ കാശ് ആവശ്യമില്ലാത്തിട്ട് അതിനകത്ത് ചുറ്റും ഒരു വലിയ കാണ കിട്ടിയിട്ടുണ്ട്. കോൺക്രീറ്റ് കാണ, വളരെ ഡെപ്തിൽ. ആ കാണ കൊണ്ടുപോയി അപ്പുറത്തെ ഓടത്തെന്ന് പറഞ്ഞ സ്ഥലത്തെ കാണയിൽ കൊണ്ട് ലിങ്ക് ചെയ്തൊക്കെയാണ്. അപ്പോൾ അത്രയും വോളിയമായിട്ടുള്ള വെള്ളം കാണ കെട്ടി മറ്റൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഫ്ലഡായി. പക്ഷേ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം വെച്ചിട്ട് ആ ട്രാക്കിനകത്തുകൊണ്ട് ട്രാക്ക് വരേണ്ട സ്ഥലത്താണ് ഇപ്പോൾ ഹൈമാസ് ലൈറ്റ് നിൽക്കുന്നത്. അതിനിപ്പുറത്ത് ട്രാക്കിന് വന്ന് തീരുന്ന എഡ്ജിലാണ് അവർക്ക് റെസ്റ്റ് റൂം എന്നും പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയത്. എല്ലാം ഒരു ആലോചനയുമില്ലാതെ ശാസ്ത്രീയമായിട്ട് ചെയ്തു കളഞ്ഞു. അണ്ടർ 17 ലോകകപ്പ് അവസാനിച്ച ശേഷം 3 വർഷത്തോളം അധികൃതർ ഗ്രൗണ്ട് അടച്ചിട്ടു. റെഡ് എർത്ത് രീതിയിൽ ഫുട്ബോൾ ഗ്രൗണ്ട് ഉയർത്തിയതിനാൽ ഗ്രൗണ്ടിന്റെ പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്നു. CSML ഫണ്ട് നവീകരണത്തിനായി അനുവദിച്ചെങ്കിലും കരാർ ഏറ്റെടുത്തവർ തിരിഞ്ഞു നോക്കാത്തതോടെ ഗ്രൗണ്ടിന്റെ അവസ്ഥ ശോചനീയമായി. എല്ലാം പറയും, എല്ലാം പാസ്സാവും, അതിനുശേഷം ആരും ഒന്നും ഇൻട്രസ്റ്റ് എടുക്കില്ല. ഇപ്പോൾ ഇട്ടേക്കണ കണ്ടില്ലേ, ഇതാണ് ഇട്ടേക്കണ. ട്രാക്കിന് വേണ്ടി ഈ പൈസ ചിലവാക്കിയതാണ്. ആ പൈസ കൊണ്ട് ട്രാക്ക് ഇട്ട പിള്ളേർ വന്ന് പ്രാക്ടീസ് ചെയ്യാം. ഒരുപാട് പിള്ളേർ ഇപ്പോൾ ഇവിടെ സ്കൂൾസ് ഉണ്ട്, അവർക്ക് വന്ന് പ്രാക്ടീസ് ചെയ്യാം. ലേഡീസും ബോയ്സും കളിക്കും. പക്ഷെ അതിൻ്റെ ഒരു ഫെസിലിറ്റീസ് ഇല്ല. ഇടയ്ക്ക് ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുമെങ്കിലും എല്ലാ അത്ലറ്റ് ഇനങ്ങളും ഒരുമിച്ച് നടത്താവുന്ന എറണാകുളത്തെ സിന്തറ്റിക് ട്രാക്ക് എന്ന സ്വപ്നം ഇപ്പോഴും വിദൂരമാണ്. രാഷ്ട്രീയക്കാരുടെ പരസ്പര കുറ്റപ്പെടുത്തലിൽ നഷ്ടമായത് മികച്ച സൗകര്യങ്ങളിൽ പരിശീലിപ്പിക്കാമായിരുന്ന ഒരു കൂട്ടം കായിക പ്രതിഭകളുടെ അവസരമായിരുന്നു. അനാഥമായി കിടക്കുന്ന ഈ ഗ്രൗണ്ട് ഇനിയെങ്കിലും നവീകരിച്ച് കായിക പ്രതിഭകൾക്കായി തുറന്നു കൊടുക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറ പേഴ്സൺ അഷ്റഫ് മുഹമ്മദിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.